ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എന്താ പറയുക, ഒരുപാട് സന്തോഷമുള്ളൊരു ഇത് തന്നെയാണ്. സന്തോഷം തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് ദിവസമായി എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ കിട്ടി. ഇപ്പോൾ രണ്ടാമതും വരുമാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് എടുക്കുന്ന വീഡിയോ ഒക്കെ ഇടണമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ അത് എനിക്കെന്തോ ശരിയാണെന്ന് തോന്നില്ല. ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇപ്പോഴും എനിക്ക് ഇടുന്നതിനോടൊരു ഇതുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും വരുമാനം കിട്ടാത്തവർ ഒരുപാട് പേരുണ്ട് അല്ലേ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കിട്ടാത്തവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് ഇങ്ങനെ വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. വേണ്ട, ചെയ്യണ്ടെന്ന് തന്നെ വിചാരിച്ചു. പിന്നെ കുറേ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അത് ചെയ്യ്, നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് നിനക്ക് കിട്ടിയതല്ലേ, അല്ലാതെ നീ മറ്റുള്ളവരുടെ ഇത് എടുത്തിട്ടൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കഴിഞ്ഞ മാസം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴത്തെ ഇതും കിട്ടി, ഈ മാസവും കിട്ടി. അപ്പോൾ 2 മാസത്തെ എനിക്ക് ഒരുമിച്ച് കിട്ടി. ഒരുമിച്ചല്ല, കഴിഞ്ഞ മാസം കിട്ടി, ഈ മാസം കിട്ടി. അപ്പോൾ എത്ര എമൗണ്ട് എന്നൊന്നും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അത് യൂട്യൂബിൽ പറയാൻ പാടില്ല എന്നാണ് അതിൻ്റെ പോളിസി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്രയെന്നൊന്നും പറയുന്നില്ല. എമൗണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കഷ്ടപ്പെട്ടതിനുള്ള ആ ഒരു പ്രതിഫലം കിട്ടിയിട്ടുണ്ട്. എനിക്ക് രണ്ടാമത് കിട്ടിയത് ഞാൻ പ്രതീക്ഷിച്ചത് അത്ര കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ അത്രയും കിട്ടി. എൻ്റെ ആർക്കും ഒന്നും പറയാനില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 4 വർഷത്തെ കഷ്ടപ്പാടാണ് എൻ്റെ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട്. ഒരുപാട് ഞാൻ കുറേ വീഡിയോസ് ഇട്ട് ഒരു ഇതുമില്ല, അങ്ങനെ വ്യൂസ് ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ഇനി അത് നിർത്തി പോവാന്നുള്ളതൊക്കെ വിചാരിച്ചു. പിന്നെ ഇടയ്ക്ക് വാപ്പ മരിച്ചു. അങ്ങനെ 4 മാസത്തോളം ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷമാണ് കുറച്ചുകൂടെ ആക്റ്റീവ് ആകാൻ തുടങ്ങിയത്. അപ്പോൾ ആ സമയങ്ങളിലൊന്നും എനിക്ക് ഒട്ടും വ്യൂസ് കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തളരരുത്. എപ്പോഴെങ്കിലും നമുക്ക് ഒരു ഇത് കിട്ടും, മാറ്റം കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ഇടുക. ലൈവിൽ നിന്ന് നമുക്ക് ആരെങ്കിലുമൊക്കെ നമുക്ക് സൂപ്പർ ചാറ്റൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഡോളർ കയറും. അപ്പോൾ ലൈവ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുക. അതുപോലെ തന്നെ വീഡിയോസ് മുടങ്ങാതെ തന്നെ ഇടണം. ഒരു ദിവസം 2-3 രീതിയിൽ ഇടണം. എനിക്ക് 3 എണ്ണം ഇടാനുള്ള ടൈം കിട്ടില്ല. അതുകൊണ്ട് മാക്സിമം ഞാൻ 2 എണ്ണം എങ്ങനെയെങ്കിലുമൊക്കെ ഇടാൻ നോക്കും, അല്ലെങ്കിൽ 1 എണ്ണം ഡെയിലി ഇടണം. ഡെയിലി വീഡിയോ ഇട്ടാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രയോജനം. അപ്പോൾ ആദ്യമൊന്നും നമുക്ക് വ്യൂസ് ഉണ്ടാവില്ല, ഒട്ടും വ്യൂസ് ഉണ്ടാവില്ല. എനിക്കിതുപോലെ തന്നെയായിരുന്നു. എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഒട്ടും വ്യൂസ് ഇല്ല, ഒട്ടും വ്യൂസ് ഇല്ല. ഇപ്പോഴും വലിയ വ്യൂസ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും തരക്കേടില്ലാത്ത വ്യൂസൊക്കെ ഉണ്ട് കുറച്ചൊക്കെ. ഇപ്പം ഞാൻ കുക്കിംഗ് ഒക്കെ മാറ്റിയിട്ട് ഇപ്പോൾ റിയാക്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നിങ്ങൾ മാറ്റി പിടിച്ച് നോക്കണം, ഏതിലാണ് വ്യൂസ് വരുന്നത് എന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഇത് കൂടും. നമുക്ക് ചിലവർ കുക്കിംഗ് മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ടാകും, ചിലവർ റിയാക്ഷൻ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് റിയാക്ഷനിലൂടെയാണ് എനിക്കിപ്പോൾ കുറച്ച് വ്യൂ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിലൂടെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ കുറേ യാത്രകൾ ചെയ്ത് വീഡിയോകൾ ഇട്ട് നോക്കി, അതുപോലെ വ്ളോഗുകൾ ഇട്ട് നോക്കി, അതുപോലെ എന്താ പറയുക, കുറേ വീഡിയോസുകൾ ഞാൻ കുക്കിംഗ് വീഡിയോകൾ ഇട്ട് നോക്കി. അങ്ങനെയൊന്നും വീഡിയോസുകൾ ഇട്ടിട്ട് എനിക്ക് വലിയ വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാനിത് റിയാക്ഷൻ ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ട്, വ്യൂസ് ഉണ്ട്. പിന്നെ നെഗറ്റീവ് കമൻസുകൾ നമുക്ക് ഒരുപാട് വരും. അതൊന്നും നമ്മൾ മൈൻഡ് ആക്കരുത്. എനിക്കിതുപോലെ മൈൻഡ് ആക്കരുത് ഞാൻ പറയുമെങ്കിലും എനിക്ക് 1-2 വീഡിയോസിനൊക്കെ നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരുപാട് തളർന്നു പോയിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കാലക്രമേണ എനിക്കത് ഇതായി. പിന്നെ ഇന്നലെ അതുപോലെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ ഒക്കെ ആയിട്ട്. അപ്പോൾ അതിന് ഞാനൊരു വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കട്ടെ. അപ്പോൾ തളർത്താൻ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഇതിലെത്തുന്നത്. അപ്പോൾ നമുക്ക് അറിയുന്ന പോലെ നമ്മൾ വീഡിയോ ചെയ്യുന്നത്, അതിന് കുറ്റം കണ്ടുപിടിക്കാതെ നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു മനസ്സ് എല്ലാവരും കാണിക്കണം. പിന്നെ ഈ യൂട്യൂബിൽ വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം, എന്തും തരണം ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയായിട്ട് വേണം ഈ യൂട്യൂബിലോട്ട് വരാൻ. പിന്നെ അതുപോലെ തന്നെ എന്നെ ഇവിടം വരെ എത്തിക്കാൻ സഹായിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ്, അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി, എല്ലാവരും ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്, എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ലൈവ് ഇടുകയാണ്, അല്ലെങ്കിൽ എനിക്കൊരു കോള് ഉമ്മ വിളിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ലൈവിലാണ് പറഞ്ഞാൽ ഉടനെ ഉമ്മ കട്ട് ചെയ്യും. ഇപ്പോൾ എന്ത് ഇതാണെങ്കിലും ശരി അപ്പോൾ കട്ട് ചെയ്യും. അതുപോലെ തന്നെ അനിയത്തിയാണെങ്കിലും ഉടനെ വേഗം കട്ട് ചെയ്യും. അതുപോലെ തന്നെ ഓരോ കാര്യത്തിനും, അതുപോലെ എൻ്റെയൊക്കെ ആണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾക്കും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ എല്ലാവരോടും നന്ദി പറയാൻ കേട്ടോ. നന്ദി എന്നുള്ള 2 വാക്കിൽ ഒതുക്കേണ്ടതല്ല, അത്രയ്ക്കും എനിക്ക് കടപ്പാടുണ്ട് എല്ലാവരോടും. എന്നെ
ഹെൽപ്പ് ചെയ്ത് എൻ്റെ എല്ലാവരോടും മക്കളാണെങ്കിലും ശരി ലൈവ് ചെയ്യുമ്പോൾ ഞാൻ മാറ്റി നിർത്തും. അവർ പിന്നെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് പാവകൾ അതുകൾ മാറിപ്പോകും കേട്ടോ. ലൈവിലൊന്നും കുട്ടികൾ വരാൻ പാടില്ലല്ലോ അതുകൊണ്ട്. അപ്പം ഞാൻ ഒരുപാട് ലെങ്തി ആവണ്ടെന്ന് വിചാരിക്കണം, എങ്കിലും വീഡിയോ ലെങ്തി ആയി പോവുകയാണ്. എനിക്ക് പറഞ്ഞാൽ തീരില്ല, അത്രയും സന്തോഷമുണ്ട്. ഒരുപാട് 4 വർഷത്തെ കഷ്ടപ്പാടിനൊടുവിലാണ് ഈ ഒരു വരുമാനം കിട്ടുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എനിക്ക് സൂപ്പർ ചാറ്റ് ചെയ്യാനും അതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും ഹെൽപ്പ് ചെയ്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതിലൊന്നാണ് ജോൺസി, ഷെമീർ, വരുൺ, അതുപോലെ അനീഷ്, ക്രേസി, അതുപോലെ വാവാച്ചി, അങ്ങനെ ഒരുപാട്. ഇനിയിപ്പോൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല. എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതുപോലെ ഷെമീർ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ജോൺസി, അതുപോലെ ഫൗസിനെ ഞാൻ വിടുന്നില്ല. അവളും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, അവൾക്ക് അറിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്കതുപോലെ തന്നെ റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇനി ഞാനില്ല, യൂട്യൂബില്ല, ഞാനിതോടെ നിർത്തി തളർന്നു പോയ ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ കരകയറ്റിയത് ഷെമീർ, അതുപോലെ ജോൺസിയും വാവാച്ചിയും, അങ്ങനെ കുറച്ച് പേരാണ്. വാവാച്ചി, അങ്ങനെ കുറച്ച് പേരാണ് എന്നെ ആ ഒരു റീയൂസ്ഡ് കണ്ടൻറ്റിൽ നിന്നും കരകയറ്റിയത്. അതുപോലെ തന്നെ മൊബൈൽ എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ജിത്തും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ, അതുപോലെ ഞാൻ ലൈവ് ഇടുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരോടെല്ലാം ഞാൻ നന്ദി പറയുകയാണ്. എന്താ പറയുക, ഒരു അവസരത്തിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയല്ല. അതുപോലെ തന്നെ സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എത്ര ഡോളറായി എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. വരുണൊക്കെ നല്ലൊരു സപ്പോർട്ടീവായിട്ടുള്ളൊരു ആളാണ് കേട്ടോ. ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവൻ ഓരോരിത് കൊണ്ടും. അതുപോലെ ഓരോ പേര് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് സുഹൃത്തുക്കൾ. അതുപോലെ ബിബിനും ഒരുപാട് സഹായിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്ത് ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ കുറേ പേരുടെ പേരുകളൊന്നും ഓർമ്മ വരുന്നില്ല. ഓർമ്മ വരുന്നവരുടെ പേര് ഞാനിവിടെ പറയാൻ കേട്ടോ. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ, അതുപോലെ ലൈവിൽ വന്നിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ പറയാൻ മറന്നു, ജോന എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്നലെ ആദിൽ പറയുന്നൊരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ OM അലി എന്നുള്ളൊരു സുഹൃത്തും വന്നിട്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജോനയ്ക്ക് ഒരുപാട് നന്ദി. എന്താ പറയുക, ഒരുപാട് താങ്ക്സ്. എന്താ പറയുക, എനിക്കിപ്പോൾ ജോനയ്ക്ക് ഇംഗ്ലീഷേ അറിയുള്ളൂ. എനിക്ക് ജോനയ്ക്ക് ഇംഗ്ലീഷ് കിട്ടുന്നില്ല കേട്ടോ ഈ ഒരു ഇതിൽ. ജോന, ഐ ആം വെരി ഹാപ്പി. ഐ ആം വെരി ഹാപ്പി. താങ്ക് യു യുവർ സപ്പോർട്ടിങ്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ടിങ്. അപ്പോൾ എന്താ പറയുക, എല്ലാവരോടും ഒരുപാട് നന്ദി. ഒരുപാട് സന്തോഷമുണ്ട്. 2 തവണ എനിക്ക് ഡോളർ കിട്ടി. അപ്പോൾ ഞാനിവിടം വരെ എത്തുന്ന ഒരിക്കലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, ഒരു ഇതുമില്ലാതെ വന്നതാണ്. അപ്പോൾ വീഡിയോസ് ഇടുന്ന ഓരോരുത്തരും തളരാതെ വീഡിയോസ് ഇടുക. എന്തായാലും നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവും, ഉറപ്പാണ്. അതിനൊരു ഉദാഹരണം തന്നെയാണ് ഞാനിവിടെ ഈ ഒരു ഇതിൽ എത്തുന്നത് ഞാൻ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു, വെറുതെ എന്തിനാണ് ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് ഇതാവണത്, വല്ല കാര്യമുണ്ടോ, വല്ല വരുമാനമുണ്ടോ, അങ്ങനെയെന്നൊക്കെ ചോദിച്ച് ഒരുപാട് കളിയാക്കിയവരുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, കളിയാക്കലിൽ നിന്നും നമ്മൾ കരകയറണം. അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് വരും. നമുക്ക് എന്തായാലും ഒരിക്കൽ വിജയം ഉണ്ടാവും, ഷുവറാണ്. അതിന് യാതൊരു സംശയമില്ല. ഞാൻ ഈ അവസരത്തിൽ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ.